മുൻപിൽ ഒരു ഹമ്പുകൾ ഉള്ള സമയത്ത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഓടിക്കേണ്ടത്, ഏത് ഗിയറിലാണ് ഓടിക്കേണ്ടത് കൃത്യമായിട്ട് പലർക്കും അറിയില്ല. നമ്മുടെ ഒരു വാഹനം ഏത് ഗിയറിൽ നമ്മൾ വണ്ടി ഓടിച്ചു വരാം. ആ സമയത്ത് നമ്മുടെ മുൻപിൽ ഒരു ഹമ്പുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ബ്രേക്കിലേക്കൊന്ന് സ്ലോ ചെയ്ത് ഒരു വാഹനം നടക്കുന്ന സ്പീഡ് ആക്കുക. ഈ നടക്കുന്ന സ്പീഡ് ആയി കഴിഞ്ഞേച്ച് നിങ്ങൾ ആ ഫ്രണ്ടിലത്തെ വീൽ ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ആ ബ്രേക്കിൽ നിന്ന് കാല് മാറുമല്ലോ. ആ സമയത്ത് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പതിയെ കാലെടുത്ത് നോക്കുക. അപ്പൊ ഒരു വൈബ്രേഷൻ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേഗത്തിൽ തന്നെ ഏത് ഗിയറിലായാലും അവിടുന്ന് നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുത്ത് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ വാഹനം മുൻപോട്ട് എടുക്കാൻ, ബാക്കിലെ വീല് കറക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് തേർഡ് ഗിയർ മുതൽ ഒരു വണ്ടിക്ക് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഫ്രണ്ടിലത്തെ വീൽ ഇറങ്ങി ഒരു കമ്പ് ചാടി കഴിയുമ്പോഴും നമുക്ക് അതേ സ്പീഡിൽ തന്നെ പോവുകയാണെങ്കിൽ സംഭവിക്കും, പുറകെ ഇരിക്കുന്ന എന്ത് ചെയ്യും, നമ്മൾ ചാടും. അപ്പൊ നമുക്ക് ആ ബാക്കിൽ ഇരിക്കുന്നതിനെ കുലുക്കാതെ കൃത്യമായിട്ട് ഒരു വണ്ടി ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഇപ്പം നിൽക്കുന്ന വണ്ടിക്ക് മാത്രമേ ഉള്ളൂ ഫസ്റ്റ്. അപ്പൊ നമുക്ക് പതിയെ വണ്ടി നമുക്ക് നിർത്തിയല്ല കയറ്റുന്നത്. അപ്പൊ നമ്മൾ ഒരു ഉരുണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നടക്കുന്ന സ്പീഡുണ്ട് നമുക്ക് ഏത് ഗിയറിപ്പാം, സെക്കൻഡ് ഗിയറിപ്പാം. ഉദാഹരണത്തിന് മുൻപിൽ ഒരു സംഭവമുണ്ട്. ഇപ്പൊ ഞാൻ ഫോർത്ത് ഗിയറിൽ പോകുന്നു, ഞാൻ ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തു, ക്ലച്ചൂടെ ചവിട്ടി സെക്കൻഡ് ഗിയർ ആക്കി ബ്രേക്ക് ചെയ്യാന്ന് മാറ്റി ഫസ്റ്റത്തെ വീൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാട്ടുന്നത് കേട്ടാ. കൃത്യമായിട്ട് നമുക്ക് വാഹനം കുലുങ്ങാതെ നമുക്ക് ഇതേപോലെ എടുക്കാം. അങ്ങനെ ഫ്രണ്ടിൽ ഒരു ഹമ്പുണ്ട്, ഞാൻ ക്ലച്ച് ചവിട്ടി, അപ്പൊ സെക്കൻഡ് ഗിയറിലാണ് ക്ലച്ച് ചവിട്ടി കൊടുത്തു, പതിയെ ആ ഫ്രണ്ടിലത്തെ വീൽ ഇറങ്ങി കഴിയുമ്പോൾ ക്ലച്ചിൽ നിന്ന് പതിയെ കാലെടുത്തു, കണ്ടില്ലേ. അപ്പൊ വാഹനത്തിന്റെ സ്പീഡ് കുറവായതുകൊണ്ടാണ് ഞാൻ വീണ്ടും പെട്ടെന്ന് തന്നെ ക്ലച്ച് ചവിട്ടിട്ട് ക്ലച്ചിൽ നിന്ന് എടുക്കുന്നത്. കാരണം ആ ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ സംഭവിക്കും അതേ സ്പീഡിൽ തന്നെ കയറി പോവുകയും ചെയ്യും, നമുക്ക് ബാക്കിലുള്ളവർ എന്ത് ചെയ്യും, കുലുങ്ങുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ കൃത്യമായിട്ട് ഈ ഒരു രീതി ചെയ്ത് നമുക്ക് പേടി കൂടാതെ ഹമ്പുകളിലും ഗട്ടറുകളിലൊക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് ഏത് ഗിയറിൽ പോകണം എന്നുള്ള ടെൻഷൻ മാറി കൃത്യമായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന